നിങ്ങൾ ബുദ്ധിമാനാണോ അതോ മണ്ടനാണോ? പെട്ടെന്ന് നിങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ ആരാണ് സ്വയം മണ്ടനെന്ന് സമ്മതിച്ചു തരിക, അല്ലേ? എന്നാൽ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് ബുദ്ധിയുണ്ടോ അതോ നമ്മൾ കാണിക്കുന്ന മണ്ടത്തരമാണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. മണ്ടന്മാരുടെ ചില പതിവ് സ്വഭാവങ്ങൾ പറഞ്ഞുതരാം. ഇവര് പലപ്പോഴും ഈ പഴയ കാര്യങ്ങളിൽ, അതായത് എന്റെ പഴയ കാലമാരും നല്ലത്, ഇപ്പോഴത്തെ ജീവിതമൊക്കെ പ്രശ്നമാണ്, ഇങ്ങനെയൊന്നും ജീവിക്കാൻ സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് പഴയ കാര്യങ്ങളിൽ നെടുവീർപ്പിട്ട് ജീവിക്കുന്നതാണ്. എന്നാൽ ബുദ്ധിമാന്മാരോ അവർ പഴയ കാര്യങ്ങൾ ഓക്കെ കഴിഞ്ഞുപോയി, ഇന്നത്തെ ദിവസം എങ്ങനെ മുന്നോട്ട് പോകാം, ഇനി എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ആലോചിച്ച് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തത്, മണ്ടന്മാർ ഈ തെറ്റ് പറ്റിക്കുമെന്നുള്ള ഭയം കൊണ്ട് ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യില്ല. എല്ലാ കാര്യങ്ങളിലും റിസ്ക് എടുക്കാൻ ഇവർക്ക് മടിയായിരിക്കും. അവർ മിണ്ടാണ്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കും. എന്നാൽ ബുദ്ധിമാന്മാരോ അവർ റിസ്ക് എടുത്ത് ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ, അവരെ തെറ്റിൽ നിന്നും മനസ്സിലാക്കി മുന്നോട്ട് പഠിച്ച് അവർ പോയിക്കൊണ്ടേയിരിക്കും. എപ്പോഴും മണ്ടന്മാർക്ക് കൂടെയുള്ളവർ വളർന്നാലോ, കൂടെയുള്ളവർക്ക് ഉയർന്ന റാങ്ക് കിട്ടിയാലോ, കൂടെയുള്ളവർ കൂടുതൽ രൂപ കിട്ടിയിരുന്നാലോ ടെൻഷനാണ്. അയ്യോ ഞാൻ താണു പോകുന്നുണ്ടല്ലോ എന്ന് ഭയപ്പെട്ടിരിക്കും. എന്നാൽ ബുദ്ധിമാന്മാരെന്ത് ചെയ്യും? കൂടെ ഉള്ളവരെ കൂടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരും, അവരെ സഹായിക്കും, അവരെ ജീവിതത്തിൽ ഉയർന്നു വരാനായിട്ട് സഹായിക്കുന്നതാണ്. മണ്ടന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. പല കാര്യങ്ങളും ഇവർക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് തീരുമാനിക്കും. ബുദ്ധിമാന്മാരെ അങ്ങനല്ല, പുതിയ കാര്യങ്ങൾ പഠിച്ച് അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. മണ്ടന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ശീലങ്ങളാണ്. അവർക്കറിയാവുന്ന ദുശീലങ്ങളാണ്, പക്ഷെ മാറ്റാൻ അവർ തയ്യാറല്ല. എന്നാൽ ബുദ്ധിമാന്മാരോ അവര് ശീലങ്ങൾ ചേഞ്ച് ചെയ്ത് അവർ പുതിയ പുതിയ കാര്യങ്ങൾ, ഇപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടെ ശീലങ്ങൾ തടസ്സമാണെങ്കിൽ അവർ ആ ശീലങ്ങളെ മാറ്റി മുന്നോട്ട് പോകുന്നത് കാണാം. മണ്ടന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാലോ അതിനകത്ത് കുറ്റമായിരിക്കും ആദ്യം കണ്ടുപിടിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ, ഇടുന്ന വസ്ത്രങ്ങളിലെല്ലാം തന്നെ കുറ്റം കണ്ടുപിടിച്ച് പരാതി പറഞ്ഞ് മുന്നോട്ട് പോകും. ബുദ്ധിമാന്മാർ അങ്ങനല്ല. ബുദ്ധിമാന്മാർക്ക് പരാതി ഉണ്ടാവും, അവരത് മൈൻഡ് ചെയ്യില്ല. പകരം അവരതിനകത്ത് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി പറയൂ, നിങ്ങൾ ബുദ്ധിമാനാണോ അതോ മണ്ടനാണോ?